ഹായ് ഓൾ, ദിസ് ഇസ് വെനസ്ഡേ മോർണിംഗ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ന്യൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കരുതി ഇന്നലെ 2 പാക്കറ്റ് ന്യൂഡിൽസ് മേടിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത് ആലനും ബ്രേക്ക്ഫാസ്റ്റിന് കാണുന്നു. അപ്പോൾ പിന്നെ ഒരു പാക്കറ്റിൽ കുറച്ച് മൊമോസ് ബാക്കി ഇരുന്നതും കൂടെ ചെയ്യാമെന്ന് കരുതി. എഗ്ഗും ബനാനയൊക്കെ എടുക്കാമെന്ന് കരുതി ബാസ്ക്കറ്റ് പൊക്കി നോക്കിയപ്പോൾ വെയിറ്റ് ഇല്ല, ബാസ്ക്കറ്റിൽ ബനാന ഇല്ലാന്ന് മനസ്സിലായി. പിള്ളേരെ രണ്ടുപേരെയും സ്കൂളിലേക്ക് വിട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ചിന്നു ചേച്ചിയുടെ അടുത്തേക്ക് പോവും. ഇന്നാണ് വാവയുടെ നൂല് കെട്ട്. ഇന്നലെ പലരും കോമന്റിൽ ചോദിച്ചിരുന്നു, നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ലേ, എന്തിനാ നൂല് കെട്ടുന്നത്? നമ്മുടെ ഈ ചെട്ടിനട ക്ഷേത്രവും സെന്റ് ജോർജ് കുരിശടി ഇടവക പള്ളിയും ഒക്കെ ഇങ്ങനെ തോളോട് തോൾ നിൽക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങളെന്തോ അങ്ങനെ ചെയ്യാറുണ്ട്. കുക്കൂനും നിലൂനും ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു ചെറിയ ഫംഗ്ഷൻ വെച്ചിരുന്നു, അടുത്ത റിലേറ്റീവ്സ് മാത്രമായിട്ടൊക്കെ. കുഞ്ഞുവാവയുടെ ചെവിയിൽ പതുക്കെ പേര് പറയുന്നത് തന്നെ ഇറ്റ്സ് ലൈക്ക് പ്ലാന്റിങ് ഹെർ ഐഡന്റിറ്റി, അതും വളരെ ജെന്റിലായിട്ട് ഇൻ ടു ഹെർ കോൺഷ്യസ്നെസ്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ 3 തവണ പറയുന്നത് ഒരു ആക്ട് ഓഫ് കംപ്ലീറ്റ്നെസ് ആണ്, ബോഡി, മൈൻഡ് ആൻഡ് സോൾ, ആൻഡ് ദ ഹോൾ ഐഡിയ ഇസ് ജസ്റ്റ് അമേസിങ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? കലക്കാൻ പാടില്ലാത്തത് എന്തെങ്കിലും ആരെങ്കിലും കോമന്റ് സെക്ഷനിൽ കലക്കിയാൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്യും. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെല്ലാവരും ഒന്നാണെങ്കിൽ ദൈവങ്ങളെല്ലാവരും ഒന്നാണ്. റിഗാർഡ്ലെസ് ഓഫ് ദ ഡിഫറൻസസ്, എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കണം എന്നാണെങ്കിൽ, എല്ലാ മനുഷ്യരെയും ഒരുപോലെ ബഹുമാനിക്കണം എന്നാണെങ്കിൽ ദൈവങ്ങളോടും അങ്ങനെ തന്നെ വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ബഹുമാനം കോമന്റ് സെക്ഷനിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. വാവേനെ മൂടി പുതച്ച് കിടത്താൻ പറ്റിയൊരു ദുപ്പട്ടയാണിത്, അത്രയ്ക്ക് പഞ്ഞി കുഞ്ഞു ദുപ്പട്ട. നമുക്ക് എടുത്തിട്ടാലോ അദ്ദേഹത്തെ കിടക്കുന്നത് പോലും അറിയത്തില്ല. കുക്കു സാറിന് സ്കൂളിൽ റിവിഷൻ നടക്കുന്നതുകൊണ്ടാണ് അങ്ങ് വിട്ടത്. ഉച്ചയ്ക്ക് 2 പേർക്കും ലഞ്ച് കൊടുത്തു വിട്ടിട്ടില്ല. ആലൻ പോയി 2 പേരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ആദ്യം ചേച്ചീനെ ഒരുക്കി, പിന്നെ ചുട്ടുമണീനെ ഒരുക്കി ഞങ്ങളിതേ ആ ചടങ്ങിലേക്ക് കടന്നു. ചടങ്ങിന്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആള് നല്ല ടയേർഡായിരുന്നു, കുറച്ചു നേരം സുഖമായിട്ട് ഉറങ്ങി. നിനക്ക് പഠിക്കണമെങ്കിൽ വണ്ടി ആദ്യം സ്റ്റാർട്ടാക്കി കാണിക്കടാന്ന് കണ്ണമോൻ സാവിയോച്ചന്റെ അടുത്തൊന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഹീറോ എന്ത് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ 12:30 ആയപ്പോഴത്തേക്ക് കുക്കു നിലു എത്തി. അത് നാനു ആണ്, ചേച്ചിയുടെ ബ്രദറിന്റെ മോൻ. ആ ഒരു പ്ലേറ്റിൽ എത്ര പേര് ചോറുണ്ടു എന്ന് എനിക്ക് തന്നെ ഒരു പിടിയുമില്ല. കൊച്ചുവപ്പ കരഞ്ഞു തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. സകലരും പോയി ചിന്നു ചേച്ചിനെ കെട്ടിപ്പിടിച്ച് കരച്ചിലും മുത്തം കൊടുപ്പുമായിരുന്നു. അതിന്റെ ബാക്കിയാണ് ഈ പുറത്ത് നടക്കുന്നത്. ഷെടാ, എനിക്ക് മുത്തം കൊടുക്കാൻ അനു ഇവിടെ ഇല്ലല്ലോ എന്നാണ് റോബിൻ ചേട്ടായുടെ സങ്കടം. ആ സങ്കടം ഇങ്ങനെ അങ്ങ് തീർത്തു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.